2017 ഒക്ടോബർ 31 ജപ്പാനിലെ സമ പട്ടണം. തിരക്കേറിയ റോഡിലൂടെ പോലീസ് ജീപ്പുകൾ ചീറിപ്പാഞ്ഞു. അവരുടെ ലക്ഷ്യം കനഗാവയിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ 24-കാരി ഐക്കോ തമുറയെ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതുന്ന വ്യക്തി താമസിക്കുന്നത് ഇവിടെയാണ്. അപ്പാർട്ട്മെന്റിന്റെ വാതിലിന് മുന്നിലെത്തിയ പോലീസ് 30 വയസ്സോളം തോന്നിക്കുന്ന യുവാവിനെ വിളിച്ചു. ഷിറായിഷി, വാതിൽ തുറക്കണം, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരാണ്. യാതൊരു ഭാവമാറ്റവുമില്ലാതെ അയാൾ വാതിൽ തുറന്നു, പോലീസിനെ കാത്തിരുന്നത് പോലെ. ഐക്കോ എവിടെ എന്ന പോലീസുകാരന്റെ ചോദ്യത്തിന് ഷിറായിഷി ശാന്തമായി മറുപടി പറഞ്ഞു. അവൾ എവിടേക്കും പോയിട്ടില്ല, അവൾ ഇവിടെ തന്നെയുണ്ട്. ശേഷം അയാൾ ഒരു ഫ്രിഡ്ജിന് നേരെ വിരൽ ചൂണ്ടി. പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യമൊന്ന് ഞെട്ടി. ഫ്രിഡ്ജ് തുറന്നതും അസഹനീയമായ ദുർഗന്ധം വമിച്ചു. അതിനുള്ളിൽ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. 9 മനുഷ്യരുടെ തലകൾ. അതിലൊന്ന് കാണാതായ ഐക്കോ തമുറയുടേതായിരുന്നു. പരിശോധനയിൽ ആ വീട്ടിലെ 3 ഫ്രിഡ്ജുകളിലും 2 വലിയ പെട്ടികളിലുമായി മനുഷ്യ ശരീരഭാഗങ്ങളും അസ്ഥികൂടങ്ങളും കണ്ടെത്തി. ഒരു തിരോധാനം അന്വേഷിച്ചു വന്ന പോലീസ് ഒടുവിൽ എത്തിപ്പെട്ടത് ജപ്പാനെ നടുക്കിയ തക്കാഹിറോ ഷിറായിഷി എന്ന സീരിയൽ കില്ലറിലേക്കായിരുന്നു. ഷിറായിഷി ഇരകളെ കൊലപ്പെടുത്തിയ എണ്ണത്തിലല്ലായിരുന്നു ഭയം, മറിച്ച് അതിന് പിന്നിലെ കാരണം കൊണ്ടായിരുന്നു. ആത്മഹത്യാ ചിന്തകൾ വലഞ്ഞിരുന്ന ഷിറായിഷിക്ക് ട്വിറ്റർ ആയിരുന്നു ആയുധം. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൗമാരക്കാരായ പെൺകുട്ടികളെ തേടിപ്പിടിച്ച് അയാൾ മെസ്സേജ് അയച്ചു. ആത്മഹത്യ ചെയ്യാൻ ഞാൻ സഹായിക്കാം. ഈ വാഗ്ദാനം വിശ്വസിച്ച് 8 പെൺകുട്ടികളാണ് അയാളുടെ വലയിൽ വീണത്. പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. തുടർന്ന് ശരീരം വെട്ടിനുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. 2017 ഐക്കോ തമുറയുടെ സഹോദരൻ നൽകിയ പരാതിയിലാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരയ്ക്ക് തിരശീലയിട്ടത്. ഇരകളുടെ സമ്മതത്തോടെയാണ് കൊലപാതകം നടത്തിയത് എന്ന ഷിറായിഷിയുടെ വാദം കോടതി തള്ളി. കൊലപാതകത്തിന് വധശിക്ഷ വിധിച്ച കോടതി വിധി 2025 ജൂൺ 27 നടപ്പാക്കി. അങ്ങനെ സ്വന്തം മരണത്തെ തേടി വന്നവർക്ക് ഷിറായിഷി നൽകിയ കൊടും ക്രൂരതയ്ക്ക് അന്ത്യമായി.